ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ടിപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. വീട്ടിലാരും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ മൃദുലേങ്ങ തെന്മലയിലാണ്. അച്ഛൻ ഉള്ളപ്പം തന്നെയായിരുന്നു നമ്മൾ വണ്ടി ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഒരു വണ്ടി എടുക്കണം എന്നൊന്നും ആഗ്രഹിച്ചതല്ല. മെയിൻ ഇപ്പോഴത്തെ റീസൺ എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ യാത്രകൾ പോകണം, എല്ലായിടത്തും പോകണം. യാത്രയിൽ ചിലപ്പോൾ നമ്മളോട് കുഞ്ഞ് കാണും, മൃദുല കാണും, നമ്മൾ ഫാമിലി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമായിട്ടും നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ കുഞ്ഞുകൂടി ആകുമ്പോൾ നോക്കണം. ഇത്രയും കാലം നോക്കിയെന്ന് വെച്ചാൽ അന്ന് നമുക്ക് ആ ഒരു കാറ് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ഈ സേഫ്റ്റി കാര്യങ്ങളൊന്നും നോക്കിയില്ല. അന്ന് അങ്ങനെയാണ് നമ്മളെ ബലീന എടുക്കുന്നത്. ബലീന എന്ന് പറയുന്ന വണ്ടി എൻ്റെ കൺസെപ്റ്റിൽ ഇത് എൻ്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൈലേജ് ഉണ്ട്, കംഫർട്ട് ഉണ്ട്. നമ്മൾ എത്ര ദൂരെ ലോങ് യാത്ര ചെയ്താലും നമുക്കറിയാം, നമ്മൾ ഗോവയിൽ പോയിട്ടുണ്ട്. അതിന് ഇതിലായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് മിക്കയിടത്തും നമ്മൾ ഇതിനകത്താണ് പോകുന്നത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ഡെയിലി കാറാണ്. സിറ്റിയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഞാൻ പിന്നെ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് 2 കൊല്ലം നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഏതാണ്ട് 34,000-35,000 കിലോമീറ്റർ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ചീപ്പാണ് കോസ്റ്റും എല്ലാം. അറിയാമല്ലോ, ബലീന സുസുക്കിയുടെ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് റണ്ണിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മീൻസ് അപ്പം വേറെ ഏത് കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്താലും സുസുക്കിയാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും ചിലപ്പോൾ ആദ്യത്തെ കാറ് സുസുക്കി ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാറ് സുസുക്കി തന്നെയായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം അത്രയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ കാറിൽ. ബാക്കി എല്ലാ കാര്യത്തിനും ഒരു കാര്യം ഒഴിച്ച് ആ ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്നൊരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ നോക്കണം. ഇനി നമ്മൾ കുഞ്ഞുമായിട്ടൊക്കെ യാത്ര പോകുമ്പം ഉറപ്പായിട്ട് നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം നോക്കണം. നമ്മൾ നേരെയൊക്കെ ഡ്രൈവ് ചെയ്താലും റോട്ടിൽ പോകുന്ന കാര്യമാണ്, നമുക്കത് അറിയില്ല. കാരണം നമ്മളൊരു ദിവസം അന്ന് ഞാനും കൊച്ചും മൃദുലയും നമ്മളെല്ലാവരും കൊടൈക്കനാലിൽ പോയൊരു വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് ആണ് നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് വണ്ടിയിൽ. ഫസ്റ്റ് ടൈമാണ് കാറിൽ. അപ്പം അന്നൊരു നമ്മളെ അപേക്ഷിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പെട്ടെന്നൊരു ആ സിറ്റുവേഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ആ വണ്ടി വന്ന് ഇടിക്കുമ്പം കൊടൈക്കനാലിൽ വെച്ചായിരുന്നു, നമ്മളെ ഹെയർ പിൻ കീറുന്ന ടൈമിലായിരുന്നു നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് ഇടിച്ചപ്പം വളരെ ഭയങ്കര ഇമ്പാക്റ്റുള്ള ഇടിയൊന്നും അല്ലായിരുന്നു. ഒരു നോർമൽ ഇടിയായിരുന്നു. നമ്മളെ വണ്ടി ഏതാണ്ട് 40-ൽ താഴെയായിരുന്നു സ്പീഡ്, നോർമൽ സ്പീഡായിരുന്നു. പക്ഷെ ആ വണ്ടി എതിരെ വന്ന വണ്ടി കുറച്ച് സ്പീഡായിരുന്നു. പക്ഷെ എന്നാൽ പോലും അയാളും ബ്രേക്ക് ചെയ്തു. പക്ഷേ വളരെ ഒരു സാവധാനത്തിലുള്ള ഇടിയായിരുന്നു, വലിയ സ്പീഡിനുള്ള ഇടിയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ വണ്ടിക്ക് ആ ഒരു ഇമ്പാക്റ്റ് കാണുമ്പോൾ, ഒരു ഇടി കാണുമ്പോൾ അയ്യോ അത് ഭയങ്കര ഒരു ഇടിയാണെന്ന് തോന്നിക്കും. അത്രയ്ക്കും ഈ വണ്ടിക്ക് അത് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ളൂ ഈ ഒരു വണ്ടിക്ക്. അപ്പം നമ്മൾ ഉപയോഗിച്ച വണ്ടിയെ മോശമാക്കി പറയല്ല, ഈ വണ്ടി അടിപൊളി വണ്ടിയാണ്. ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നൊരു കൺസേൺ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ലെവൽ വണ്ടിയാണ്. ഇത് എൻജിൻ സൈഡ് ആയിക്കോട്ടെ, റിലയബിലിറ്റി എന്നൊക്കെ പറയാം. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇത് കിടന്ന് ഓടിക്കോളും. നമുക്ക് എണ്ണ അടിക്കുക അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. സർവീസ് കറക്റ്റ് ടൈമിൽ ചെയ്യും, ബ്രേക്ക് പാഡ് മാറും, എണ്ണ അടിക്കും, ഓടും. അത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ഇതിനകത്തില്ല. ആദ്യത്തെ കാറെന്ന് പറയുമ്പോൾ നമ്മളത് ഒരിക്കലും സെല്ല് ചെയ്യില്ല. അത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഒരു വണ്ടി വാങ്ങിച്ചപ്പം കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 0 റേറ്റിംഗ് ആണ്. അതായത് ഇതിനകത്തിരുന്ന് യാത്ര പോകുന്നവർക്ക് കമ്പനി പോലും യാതൊരുവിധ സേഫ്റ്റി റേറ്റിംഗും പറയുന്നില്ല. 0 റേറ്റിംഗ് ആണ് ബലീനയ്ക്കുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയ സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആയിക്കോട്ടെ, അതിനൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോവുകയാണ് ടൊയോട്ടയുടെ ഷോറൂമിലേക്ക്. പോയി നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനും. ടൊയോട്ടോ എടുക്കാൻ പോകുന്ന വണ്ടി അത്യാവശ്യം നല്ല സേഫ്റ്റിയൊക്കെ ഉള്ള വണ്ടിയാണ്. മൃദുലയും ഞാനും കുഞ്ഞും അമ്മയും കൂടി പോയിട്ടാണ് നമ്മൾ വണ്ടി അന്ന് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. വണ്ടി ബുക്ക് ചെയ്തിട്ട് ഒരു മന്തായി. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് വണ്ടിക്ക് വേണ്ടി വണ്ടി കൈ കിട്ടിട്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുക എന്നുള്ളതാണ്. നമ്മൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്കൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. യാത്രകൾ മാക്സിമം ചെയ്യണം. അതും അൻപും ഇതിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആ വണ്ടിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇവിടെ തന്നെ കാണും. അപ്പം എവനാണെല്ലാം. ഗൈസ്, ഇപ്പോൾ നമ്മളിത് ഓൺ ദ വേ ആണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത വണ്ടിക്ക് അത്യാവശ്യം ബുക്കിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. എനിക്കും എന്ന് കിട്ടും എന്നെനിക്കറിയില്ല. എന്തായാലും മേ ബി ഇനിയും മാസങ്ങളെടുക്കൂലായിരിക്കും, എന്നാലും ദിവസങ്ങൾ ഇനി എടുക്കാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ഒരു ഡേറ്റ് എനിക്കും അറിയത്തില്ല കേട്ടോ, എന്നാണ് ഡെലിവറി എടുക്കാൻ പറ്റുകയെന്ന്.
അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്. അപ്പം ഇത് കളറിനനുസരിച്ചാണ് ബുക്കിംഗ്. ഗൈസ്, ഇപ്പോൾ നമ്മളിത് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഏത് വണ്ടിയായിരിക്കും എടുക്കാൻ പോകുന്നത്? ഇതേ ഇവിടെ ഇന്നോവ ഹൈബ്രിഡ് ഉണ്ട്, ഇന്നോവ ഹൈക്രോസ്. ഇന്നോവ ഹൈക്രോസ് ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിപ്പം റീസെൻ്റ്ലി ഇറങ്ങിയല്ലോ, 2 വർഷമാണെന്ന് തോന്നുന്നില്ലേ? അപ്പം ഇതായിരിക്കുമോ അതോ നമ്മുടെ സ്വന്തം ക്രിസ്റ്റ ആയിരിക്കുമോ? ക്രിസ്റ്റ അടിപൊളിയല്ലേ കാണാൻ? ക്രിസ്റ്റ ഉണ്ട്, ഹൈക്രോസ് ഉണ്ട്. ഇത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുതിയ ഫുള്ളി ലോഡഡ് പുതിയ ഫീച്ചേഴ്സ്, സൺറൂഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് നമ്മളെ ഒന്നുമില്ല, പഴയ ടൊയോട്ടയുടെ പഴയ സംഭവം തന്നെ. അപ്പം ഇതേ ക്രിസ്റ്റ ഉണ്ട്. ഇനി ക്രിസ്റ്റയും അല്ല എന്നുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഹൈലക്സ് ഉണ്ട്. ഹൈലക്സ് അപ്പം ഏതായിരിക്കും ഗൈസ്? ഹൈലക്സ് ഒരു ലക്ഷ്യമില്ല, ഇത് ലുക്ക് നോക്ക്. എൻ്റെ മോനെ വിഷയം കേട്ടോ. എടുക്കുന്നെങ്കിൽ ഇതൊക്കെ എടുക്കണം അല്ലേ ഗൈസ്? ഹൈലക്സ്. അപ്പോൾ ഹൈലക്സ് ഉണ്ട്. അവിടെ ബാക്കിൽ വിശാലാമ്മ കിടന്ന് ഉറങ്ങും ചെയ്യാം. ഇത് പിന്നെ ഗ്ലോബലി കിടന്ന് കറങ്ങണ വണ്ടിയാണ് ഹൈലക്സ് ഒക്കെ. ഇതും ഹൈക്രോസ് ആണ്. ഇത് നമ്മുടെ എർട്ടിക്കയുടെ, അതെ അവരുടെ ടൊയോട്ടയുടെ. ഫോർച്യൂണർ ഇവിടെ കാണണമല്ലോ. ഫോർച്യൂണറുടെ ഡിസ്പ്ലേ ഇല്ലേ? ഫോർച്യൂണർ ഡിസ്പ്ലേ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിവിടെ നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂമിനകത്ത് ബെൻസിൻ്റെ വണ്ടിയോ? ഇതാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാൻഡ് സെയിലിന് ഇട്ടിരിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ. തന്നെ ടൊയോട്ടോ ട്രസ്റ്റ് സെക്കൻഡ് ഹാൻഡ് വണ്ടി കേട്ടോ. അപ്പം ഏത് വണ്ടിയായിരിക്കും? ഏത് വണ്ടിയായിരിക്കും സുഹൃത്തുക്കളെ? താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ, ഏതായിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് നോക്ക്, ഇത്രയുണ്ട്. എൻ്റെ വൈറ്റിന് എത്രയുണ്ട് ഫ്രണ്ട്? കിട്ടുന്ന ഹൈറ്റ് തന്നെ കേട്ടോ വണ്ടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചവിട്ടിയെ കയറാൻ പറ്റൂ. എന്നെക്കാട്ടിയുണ്ട് വണ്ടി നോക്ക്. വിഷയം ക്രിസ്റ്റ. നമ്മുടെ ഹൈ റൈഡർ ഉണ്ട്, ടൊയോട്ടയുടെ ഹൈ റൈഡർ. പിന്നെ ഇത് നമ്മുടെ ബലീനയുടെ ഗ്ലാൻസാണ്. അപ്പം ഏത് വണ്ടിയായിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്? താഴെ കമൻറ്റ് ബിലോ ഗൈസ്. ഏതായിരിക്കും? നിങ്ങൾ ഗസ് കറക്റ്റ് ആവും നോക്കട്ടെ. ഇവിടെ ഒരു വണ്ടി ഇല്ല കേട്ടോ. ഫോർച്യൂണർ ഇവിടെ ഡിസ്പ്ലേക്ക് ഇടില്ല, അല്ലെങ്കിൽ അതുകൂടി കാണിച്ചതായിരുന്നു. എന്താ ഫോർച്യൂണർ ഡിസ്പ്ലേക്ക് ഇടാതെ? അപ്പോൾ കമൻറ്റ് ബിലോ ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഷോറൂമിലൊക്കെ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി ഇനിയും കിട്ടാനായിട്ട് ഡിലേ നല്ല ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് വണ്ടി ഇപ്പം കിട്ടും കേട്ടോ. നമുക്ക് ഡെലിവറി ഡേറ്റ് തന്നിട്ടുണ്ട്. ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. മുതലെടുത്ത് പറഞ്ഞിട്ടില്ല വണ്ടി എന്ന് കിട്ടുന്നു എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ടൊയോട്ടയുടെ ഒരു വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു വണ്ടി എടുക്കണമെന്ന് അച്ഛനും ഭയങ്കര ആഗ്രഹം. അച്ഛനും ഞാൻ അച്ഛനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വണ്ടിയിൽ എടുക്കണമെന്നോ വണ്ടിയൊക്കെ. പക്ഷേ അത് അച്ഛനെ കാണാൻ പറ്റാതെ പോയതിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. അതുകൊണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയേനെ. ഇത് ബുക്ക് ചെയ്തത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തപ്പോഴും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ഛന് കാറൊക്കെ കൊടുത്തതും എല്ലാം. അപ്പം എന്നെപ്പോലെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയേനെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കുട്ടി ബുക്കിംഗ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള പരിഗണവരെ ബായ്.